ദശകം 5 ശ്ലോകം 7. വിധൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തൗ കരമപി ച തേ പൂജനവിധൗ ഭവന്മൂർത്യാലോകേ നയനമഥ തേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണമപി തേ ചാരുചരിതേ പ്രഭൂതാധിവ്യാധിപ്രസഭചലിതേ മാമകഹൃതി ത്വദീയം തദ്രൂപം പരമരസചിദ്രൂപമുദിയാത് ഉദഞ്ജദ്രോമാഞ്ചോ ഗളിതബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഡാപരിഭവാൻ. വിധൂയ ക്ലേശാൻ മേ കുരു ചരണയുഗ്മം ധൃതരസം ഭവക്ഷേത്രപ്രാപ്തൗ കരം പ്ലസ് അപി കരമപി ച തേ പൂജനവിധൗ ഭവന്മൂർത്യാലോകേ നയനം അഥ തേ പാദതുളസീ പരിഘ്രാണേ ഘ്രാണം ശ്രവണം പ്ലസ് അപി ശ്രവണമപി തേ ചാരുചരിതേ പ്രഭൂതാധിവ്യാധിപ്രസഭചലിതേ പ്രഭൂതാധിവ്യാധിപ്രസഭചലിതേ മാമകഹൃതി ത്വദീയം തദ് പ്ലസ് രൂപം തദ്രൂപം പരമരസചിദ്രൂപമുദിയാത് ഉദഞ്ജത് രോമാഞ്ചോ ഉദഞ്ജത് പ്ലസ് രോമാഞ്ചഃ ഉദഞ്ജത് രോമാഞ്ചഃ ഗളിത ബഹുഹർഷാശ്രുനിവഹഃ ഗളിത ബഹുഹർഷ അശ്രുനിവഹഃ ഗളിത ബഹുഹർഷാശ്രുനിവഹഃ യഥാ വിസ്മര്യാസം ദുരുപശമപീഡാപരിഭവാൻ. ഉദഞ്ജദ്രോമാഞ്ചോ ഗളിത ബഹുഹർഷാശ്രുനിവഹോ യഥാ വിസ്മര്യാസം ദുരുപശമപീഡാപരിഭവാൻ. 6-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ജീവിതത്തിൽ സുഖം ദുഃഖം മോക്ഷം ഇതൊക്കെ ലഭിക്കുന്നത് ഭക്തി കൊണ്ടാണ് എന്ന് പറഞ്ഞു. ഇനി അടുത്തത് ഭഗവാനോട് ഭട്ടതിരി പ്രാർത്ഥിക്കുകയാണ്, ക്ലേശങ്ങളൊക്കെ അകറ്റി കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഭഗവാനെ ഭജിക്കുന്നതിലുള്ള താല്പര്യമുണ്ടാകണേന്ന്. കർമ്മേന്ദ്രിയങ്ങളെ കയ്യ് കാല് മുതലായവ, ജ്ഞാനേന്ദ്രിയങ്ങളെ കണ്ണ് കാത് മൂക്ക് തൊക്കെ ഇതൊക്കെ ജ്ഞാനേന്ദ്രിയങ്ങൾ. ക്ലേശാൻ വിധൂയ മേ ചരണയുഗ്മം ഭവത്ക്ഷേത്രപ്രാപ്തൗ. രോഗങ്ങളൊക്കെ മാറി എൻ്റെ 2 കാലും ഭഗവാന്റെ ക്ഷേത്രത്തിനെ പ്രദക്ഷിണം വയ്ക്കാനായിട്ട് സാധിക്കണം. കരം തേ പൂജനവിധോ, കയ്യ് ഭഗവാന്റെ പൂജയ്ക്ക് ആയിട്ട് തീരണം. അപ്പീച്ച നയനം ഭവന്മൂർത്തിയാലോകേ, കണ്ണ് ഭഗവാന്റെ തിരുവുടൽ കാണാനായിട്ടാകണം കണ്ണുകൾ. അഥ ഘ്രാണം തേ പാദതുളസീ പരിഘ്രാണേ, നാസിക മൂക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിലുള്ള തുളസികളുടെ ആ ഗന്ധം മുകരാനായിട്ടാകണം. ശ്രവണം തേ ചാരുചരിതേ അപി, കാതുകൾ ഭഗവാന്റെ മധുര കഥ കേൾക്കാനാകണം. പാടാറുണ്ടല്ലോ, കണ്ണെന്തിന് തന്നു ഭഗവാൻ, ഭഗവാന്റെ രൂപം കാണാൻ. കയ്യെന്തിന് തന്നു ഭഗവാൻ, പൂജകൾ ചെയ്യാൻ. കാലെന്തിന് തന്നു ഭഗവാൻ, ഭഗവാന്റെ ക്ഷേത്രങ്ങളെ പ്രദക്ഷിണം വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മളുടെ കർമ്മേന്ദ്രിയങ്ങളെല്ലാം
ആ ഭഗവത് പ്രസാദത്തിനായിട്ട്, ഭഗവത് അനുഗ്രഹത്തിനായിട്ട് ഉപയോഗിക്കാനായിട്ട് തോന്നണം. ആ കാതുകൾ ഭഗവാന്റെ കഥകൾ ധാരാളം കേട്ട് കേട്ട്, ഇനിയിപ്പോൾ നമുക്ക് പൃഥുചരിത്രത്തിൽ കേൾക്കാം. പൃഥു ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്, എനിക്കൊരു 10,000 കാതുകൾ വേണം. എന്തിനാ അറിയോ? ഭഗവാന്റെ ആ കഥകൾ കേട്ട് 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 എല്ലാ 10,000 ചെവികളിലൂടെയും ഭഗവാന്റെ കഥ കേട്ട് ആ ഒരു സായുജ്യമടയാനായിട്ട്. ഇപ്പം ഇവിടെ നവതാഭക്തി പ്രഹ്ലാദൻ പറയും, ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ഇവിടെ 5 വിധത്തിലുള്ള ഭക്തിയാണ് പറയുന്നത്. ശ്രവണം കീർത്തനം പാദസേവനം അർച്ചനം വന്ദനം, ഇങ്ങനെയുള്ള 5 തരത്തിലുള്ള ഭക്തി പ്രാർത്ഥനയ്ക്കായിട്ട് അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി അടുത്തതിൽ 8ാമത്തെ ശ്ലോകത്തിലാണെങ്കിൽ പ്രഭൂതാധിവ്യാധിപ്രസവചലിതേ മാമകഹൃതി. വളരെയധികം മനോദുഃഖങ്ങൾ കൊണ്ട്, രോഗങ്ങൾ കൊണ്ടും മനസ്സ്, ഇതൊക്കെ ഒരുപാട് നമ്മളുടെ ഈ സംസാരത്തിൽ വരുമ്പോൾ പലതരത്തിലുള്ള ദുഃഖങ്ങളുണ്ടാകാം. ശരീരത്തിനുള്ള ക്ലേശങ്ങളാകാം, അസുഖങ്ങൾ കാരണം മനക്ലേശങ്ങളുണ്ടാകാം, നമ്മുടെ ചുറ്റുമുള്ളവരെ കൊണ്ട് അല്ലെങ്കിൽ ബന്ധുക്കളെ കൊണ്ട്, അല്ലാത്ത നമ്മളുടെ ലൗകിക കാര്യങ്ങൾ പലതും കൊണ്ട് ഈ ക്ലേശങ്ങളൊക്കെ വരാം. ഇതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് മാറണം. എന്തിനായിട്ട്? പരമരസ ചിദ്രൂപം ത്വദീയം തദ്രൂപം ഉദിയാത്. പരമരസമായിട്ടുള്ള ആ ഭഗവാന്റെ സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം, അങ്ങനെയുള്ള ആ ഭഗവാന്റെ രൂപം മനസ്സിൽ, ആ ദിവ്യവിഗ്രഹം തെളിഞ്ഞു കാണണം. ത്വദീയം, ഭഗവാന്റേതായ തത് രൂപം, തദ്രൂപം, ആ രൂപം മനസ്സിലിങ്ങ് തെളിഞ്ഞു കാണണം. അത് തെളിഞ്ഞു വന്നു കഴിയുമ്പോൾ എന്താകും? ഉദഞ്ചദ്രോമാഞ്ചഹ, കയ്യിൽ നമ്മളുടെ ശരീരത്തിലെ രോമങ്ങളൊക്കെ എഴുന്നേറ്റിങ്ങനെ നിൽക്കും രോമാഞ്ചം കൊണ്ട്. ഗളിതബഹു ഹർഷാശ്രുനിവഹ, ആ ഭഗവാന്റെ രൂപം ഉള്ളിൽ തെളിഞ്ഞാൽ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് ജലമങ്ങ് വരും. ദുരുപശമപീഡാ പരിഭവാൻ യഥാ വിസ്മര്യാസം. ഇങ്ങനെ നമ്മൾ ഭഗവത് രൂപത്തെ കണ്ട് ആസ്വദിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ ശരീരത്തിൻ്റെ ക്ലേശങ്ങളൊക്കെ നമ്മൾ മറക്കും. കുട്ടികൾ വല്ലാണ്ട് കരയുമ്പോൾ, വാശി പിടിച്ച് കരയുമ്പോൾ അമ്മമാരെന്താ ചെയ്യുക? അവരുടെ ശ്രദ്ധയെ അതിൽ നിന്ന് മാറ്റി വേറൊന്നിലേക്ക് തിരിച്ചു വിടുമ്പോൾ ഈ എന്തിനാണോ വാശി പിടിച്ച് കരഞ്ഞത് അതിനെക്കുറിച്ച് കുട്ടി മറക്കും. അതേപോലെ ശരീരക്ലേശങ്ങൾ മാറി ഭഗവാനെ നമ്മൾ തൊഴുക, പൂജിക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കില്ല. അപ്പോൾ ഭഗവാനെ പൂജിച്ച് ഭഗവത് കഥകൾ കേട്ട് ഭഗവത് ക്ഷേത്രങ്ങളെ പ്രദക്ഷിണം വഹിച്ച് ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ തൻ്റേതായിട്ടുള്ള ആ ലൗകിക ദുഃഖങ്ങളെയെല്ലാം നമ്മൾ മറക്കുന്നു. അതേപോലെ ഇവിടെ പറയുകയാണ്, എൻ്റെ ആ ഭക്തി ധാരാളം ഉണ്ടായി, അതിലേക്ക് ഞാൻ തിരിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ശരീരത്തിൻ്റെ വേദനകളൊക്കെ ഞാൻ മറക്കുമല്ലോ ഭഗവാനെ, എനിക്കത്